അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അറബിക് കാലിഗ്രഫി ബേസിക്സിൻ്റെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് 5ാമത്തെ ലെറ്ററായ ജീമാണ്. ഇവിടെ നമ്മൾ 4 സ്ട്രോക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് സ്ട്രോക്ക് ഈ സ്ട്രോക്കിൽ വിഡ്ത്ത് സെയിം ആണ്. സെക്കൻഡ് സ്ട്രോക്ക്, തേർഡ് സ്ട്രോക്ക് ഇവിടെ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ കലം എൻഡ് എത്തുമ്പോൾ അപ്പർ ടിപ്പ് ലിഫ്റ്റ് ചെയ്യാം. ഫോർത്ത് വൺ, ഫസ്റ്റ് സ്ട്രോക്ക്, സെക്കൻഡ് സ്ട്രോക്ക്, തേർഡ് സ്ട്രോക്ക്, ഫോർത്ത് സ്ട്രോക്ക്. നമുക്ക് ഡബിൾ പെൻസിൽ മെത്തേഡ് വെച്ച് ഒന്ന് എഴുതി നോക്കാം. ഹൈ ലോ ടിപ്പ്, ഓക്കെ, സെയിം വിഡ്ത്താണ്. എൻഡ് പോയിന്റ് എത്തുമ്പോൾ അപ്പർ പൊസിഷൻ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ജിമ്മ് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇനീഷ്യൽ സ്റ്റേറ്റിൽ ജിമ്മ് വ്യത്യാസത്തിലാണ് വരുന്നത്. അതായത് സ്ലാൻഡ് പൊസിഷനിൽ വയ്ക്കുക, താഴത്തേക്ക് പോവുക, ഇവിടെ നിന്ന് അല്ലേ വ്യത്യാസമാണ്. ഇവിടെ 3 സ്ട്രോക്കാണ് വരുന്നത്. അതായത് ഫസ്റ്റ് സ്ട്രോക്ക്, സെക്കൻഡ് സ്ട്രോക്ക്, തേർഡ് സ്ട്രോക്ക്. ഡബിൾ പെൻസിൽ മെത്തേഡ് ചെയ്യുമ്പോൾ ഇനി മീഡിയൽ പൊസിഷനിൽ വരുമ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അതായത് കണക്റ്റിംഗ് ലെറ്റർ, ഉണ്ടല്ലേ. ഇനി ഫൈനൽ സ്റ്റേജിൽ വരുവാണെങ്കിൽ കണക്റ്റിംഗ് ലെറ്റർ നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ സോറി നമുക്കൊന്നുകൂടി ഒന്ന് എഴുതാം. കണ്ടല്ലേ. ഇനി നമുക്ക് ഹ എങ്ങനെ എഴുതണമെന്ന് നോക്കാം. ഹ വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. കാരണം ഒരു പുള്ളിയുടെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. പുള്ളിയുടെ വ്യത്യാസം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇനി ഖ നോക്കുകയാണെങ്കിൽ സെയിം തന്നെ. കാരണം ഇതെല്ലാം ഒരേ സീരീസിൽ വരുന്നതാണ്. ജസ്റ്റ് പുള്ളിയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എൻ പൊസിഷനിൽ എത്തുമ്പോൾ ലോവർ ടിപ്പാണ് നമ്മളിപ്പോൾ വെക്കുക. എൻ പൊസിഷനിൽ എത്തുമ്പോൾ ലോവർ ടിപ്പാണ് തിന്നായിട്ടുള്ള എൻഡ് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ നമ്മൾ
സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫോമുല എഴുതണത്. അതെല്ലാം ഇനീഷ്യൽ സ്റ്റേറ്റിലാണെങ്കിൽ ജീം പോലെ തന്നെയാണ്. മീഡിയൽ സ്റ്റേറ്റിലാണെങ്കിൽ കണക്റ്റിംഗ് ലെറ്റർ, ഫൈനൽ സ്റ്റേറ്റിലാണെങ്കിൽ ഓക്കെ. അതുപോലെ തന്നെയാണ് ഹ. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആണെങ്കിൽ മീഡിയൽ സ്റ്റേറ്റ് ആണെങ്കിൽ അതല്ല, ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ ബാക്കി പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.